ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ലോകത്തിൽ അരങ്ങേറിയ ചില സംഭവ വികാസങ്ങൾ നമുക്ക് അല്പം പ്രതീക്ഷ നൽകുന്നതാണ്. പക്ഷേ വാസ്തവത്തിൽ ഇതിനു പിന്നിൽ പ്രവർത്തിച്ച ശക്തികളുടെ മുൻകാല ചരിത്രങ്ങൾ പരിശോധിച്ചാൽ നമുക്ക് പ്രതീക്ഷയ്ക്ക് വലിയ അവകാശമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ നടന്ന സംഭവങ്ങളുടെ എല്ലാം ചുക്കാൻ പിടിച്ചത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപാണ്. വാസ്തവത്തിൽ നെതന്യാഹുവിനേക്കാളും ഒരുപക്ഷെ ലോകസമാധാനത്തിന് ഭീഷണിയായിട്ടുള്ളൊരു വ്യക്തിയാണ് ട്രംപ്. അദ്ദേഹം ഈ അടുത്ത ദിവസങ്ങളിലായിട്ട് കാൽപ്പനിക കഥാപാത്രങ്ങളായ പ്രാഞ്ചിയേട്ടൻ്റെയും എട്ടുകാലി മമ്മുഞ്ഞിൻ്റെയും ഒക്കെ ആൾ രൂപമായി മാറി അരങ്ങ് തകർക്കുകയായിരുന്നു. അദ്ദേഹം ആദ്യം മോഹിച്ചത് ലോകത്തിലെ ഉന്നതമായ പുരസ്കാരമായ നോബൽ സമ്മാനമാണ്. നോബൽ സമ്മാനത്തിന് പല വിഭാഗങ്ങളുണ്ട്. അദ്ദേഹം ആഗ്രഹിച്ചത് സമാധാനത്തിനുള്ള നോബൽ സമ്മാനമാണ്. അതിനുവേണ്ടിയുള്ള അണിയറ പ്രവർത്തനങ്ങളാണ്, അല്ലെങ്കിൽ ചരടുവലികളാണ് അദ്ദേഹം ഇത്രയും ദിവസം നടത്തിക്കൊണ്ടിരുന്നത്. ഈ അടുത്ത കാലത്ത് ഇപ്പോൾ ലോകത്തിൽ വർത്തമാന കാലഘട്ടത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന പല ഭാഗങ്ങളിലെ സംഘർഷങ്ങളുടെ ഒക്കെ പശ്ചാത്തലത്തിൽ അതിനൊക്കെ വിരാമമിടാൻ മുൻകൈയെടുത്തത് താനാണെന്ന് വരുത്തി തീർക്കാനുള്ള എല്ലാ സമാധാന ദൗത്യങ്ങളുടെയും പിതൃത്വം ഏറ്റെടുക്കാനുള്ള ഒരു അവകാശവാദമാണ് അദ്ദേഹം സ്വയം തന്നെ ഉന്നയിച്ചു കൊണ്ടിരുന്നത്. ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം അവസാനിപ്പിക്കാൻ താൻ പറഞ്ഞിട്ടാണ് രണ്ട് രാജ്യങ്ങളും സമ്മതിച്ചതെന്ന് അദ്ദേഹം പരസ്യമായി പ്രഖ്യാപിച്ചപ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി അങ്ങനെയൊന്നും ആരുടെയും ഔദാര്യത്തിലില്ല, ആരുടെയും ആജ്ഞ അനുസരിച്ചല്ല, ആരുടെയും നിർദ്ദേശങ്ങൾ അനുസരിച്ചുമല്ല ഇന്ത്യ സമാധാനത്തിന് വേണ്ടി പ്രയത്നിച്ചത് എന്ന് തുറന്ന് പ്രഖ്യാപിച്ചു. അതുപോലെ തന്നെ റഷ്യയും ആയിട്ടുള്ള ഉക്രൈൻ്റെ ആ യുദ്ധത്തിലും താൻ വളരെയധികം സമാധാനത്തിലുള്ള ചരടുവലികൾ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നത് അദ്ദേഹം അവകാശവാദം ഉന്നയിച്ചു. ഇപ്പോൾ ഏറ്റവും അവസാനമായിട്ട് പലസ്തീൻ ഇസ്രായേൽ സംഘർഷത്തിൻ്റെ തീവ്രത കുറച്ചുകൊണ്ട് ഒരു സമാധാന കരാർ ഒപ്പിട്ടതിൻ്റെ ശില്പി താനാണ് എന്ന് അദ്ദേഹം അവകാശവാദം ഉന്നയിച്ചു. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ ഏറ്റവും അന്തിമമായി ഈ സമാധാന കരാർ അത് അദ്ദേഹത്തിന് നോബൽ സമ്മാനം നേടാനുള്ള ഒരു വളരെ വില കുറഞ്ഞ ഒരു സ്റ്റണ്ട് മാത്രമായിരുന്നു. അതുകൊണ്ട് നമുക്ക് ആശ്വസിക്കാൻ വകയില്ല. ഇത് അങ്ങനെ നെതന്യാഹുവിനെ ഉപയോഗിച്ചുകൊണ്ട് മറ്റ് അറബ് രാജ്യങ്ങളെയൊക്കെ വിശ്വസിപ്പിച്ചുകൊണ്ട് അദ്ദേഹം തൻ്റെ സമാധാന നോബൽ സമ്മാനത്തിലേക്കുള്ള ദൂരം കുറയ്ക്കാൻ വേണ്ടി ആ ഒരു സ്വപ്ന സാക്ഷാത്കാരത്തിന് വേണ്ടി അദ്ദേഹം നടത്തിയ വളരെ വില കുറഞ്ഞ നാടകങ്ങൾ മാത്രമാണ്. ഒരുപക്ഷെ അങ്ങനെ സംഭവിക്കാതിരിക്കണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്. പലസ്തീനിയൻ ജനതയ്ക്ക് ശാശ്വതമായ സമാധാനം ലഭിക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. അവരുടെ ജന്മഭൂമിയിലേക്ക് അവിടെ ഇപ്പോൾ ഒന്നും അവശേഷിക്കുന്നില്ല. ലക്ഷക്കണക്കിന് ഇവിടെ മുൻപ് സംസാരിച്ചവർ പറഞ്ഞു, ലക്ഷക്കണക്കിന് കെട്ടിടങ്ങളാണ് തകർന്ന് തരിപ്പണമാക്കപ്പെട്ടത്. അതൊക്കെ അതിൻ്റെ ഡെബ്രി, അതിൻ്റെ കൂനകൾ, അതിൻ്റെ അവശിഷ്ടങ്ങൾ നീക്കം ചെയ്യാൻ തന്നെ എത്രയോ കോടി ഡോളർ വേണ്ടി വരും, എത്രയോ വർഷങ്ങൾ വേണ്ടി വരും. അപ്പോൾ പുനരധിവാസം എന്ന് പറയുന്നത് എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. പക്ഷേ അങ്ങനെ ഒരു സ്വപ്നം ചുരുങ്ങിയപക്ഷം സംഘർഷം ഒഴിവായി അവർ സ്നേഹിക്കുന്ന മണ്ണിലേക്ക് അവർക്ക് തിരിച്ചു പോകാൻ എങ്കിലും കഴിയുമെന്ന പ്രത്യാശയിലാണ് പലസ്തീനികളും ലോകം മുഴുവൻ. ഇന്ന് ലോകം മുഴുവൻ
ലോകത്തിലെ എല്ലാ വൻ നഗരങ്ങളിലും ഇസ്രായേലിനെതിരായിട്ടുള്ള പ്രതിഷേധങ്ങൾ നടക്കുകയാണ്. ഇസ്രായേലിൽ ഉൾപ്പെടെ ടെൽ അവീവിൽ പോലും നെതന്യാഹുവിനെതിരെ ഈ യുദ്ധത്തിനെതിരെയുള്ള പ്രകടനങ്ങൾ ജൂതന്മാർ തന്നെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ലോക അഭിപ്രായം മുഴുവൻ ഈ രണ്ട് നേതാക്കൾക്ക്, സംഘർഷത്തിൻ്റെ വാക്താക്കളായ, ക്രൂരതയുടെ വാക്താക്കളായ ട്രംപിൻ്റെയും നെതന്യാഹുവിൻ്റെയും ഈ ഗൂഢമായ ലക്ഷ്യങ്ങൾക്ക് എതിരെ ലോകം മുഴുവൻ ശബ്ദമുയർത്തുമ്പോൾ കുറച്ച് രാജ്യങ്ങൾ, നാറ്റോ, ഐക്യരാഷ്ട്രസഭയിൽ അമേരിക്കയും കുറച്ച് ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളും മാത്രമാണ് ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്തത്. അതിൽ അർജന്റീനയുമുണ്ട്. അർജന്റീനയുടെ വളരെ പ്രശസ്തനായ ഒരു ഫുട്ബോൾ കളിക്കാരൻ എറണാകുളത്ത് വരുന്നുണ്ട് അടുത്ത ദിവസങ്ങളിൽ. പ്രതീകാത്മകമായെങ്കിലും നമ്മൾ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തെ പ്രതിഷേധം അറിയിക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. നിങ്ങൾ മനസ്സിലാക്കണം, 1947 ഐക്യരാഷ്ട്രസഭ 181 നമ്പർ പ്രമേയമായി അവതരിപ്പിച്ച് പാസാക്കിയതാണ് ഈ രണ്ട് രാഷ്ട്രങ്ങളുടെ നിർമ്മാണം അല്ലെങ്കിൽ രൂപീകരണം, ഇസ്രായേലിൻ്റെയും പലസ്തീൻ്റെയും. ഈ രൂപീകരണം ഐക്യരാഷ്ട്രസഭ പ്രഖ്യാപിച്ച ഉടനെ തന്നെ അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റായിരുന്ന ഹാരി ട്രൂമൻ ഇസ്രായേലിന് അംഗീകാരം നൽകി. പക്ഷേ പലസ്തീനന് അംഗീകാരം നൽകാൻ ആ കാലഘട്ടത്തിൽ പോലും ലോകത്തിലെ പല രാജ്യങ്ങളും തയ്യാറായിരുന്നില്ല. ഇന്നും ആ ജനതയുടെ കണ്ണുനീർ വീണ് അവിടുത്തെ ഭൂമി വരണ്ട് കീറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളറിയാം, അവിടെ ഇതേവരെ കൊല്ലപ്പെട്ട ലക്ഷക്കണക്കിന് മനുഷ്യരിൽ 70% സ്ത്രീകളും കുട്ടികളുമാണ്. എന്തുകൊണ്ടാണ് സ്ത്രീകളെയും കുട്ടികളെയും അവർ ലക്ഷ്യം വെക്കുന്നത്? നമുക്കവിടെ നടക്കുന്നത് ഒരു യുദ്ധം എന്ന് പറയാൻ പറ്റില്ല. യുദ്ധം എന്ന് പറയുന്ന രണ്ട് രാജ്യങ്ങളുടെ സൈന്യങ്ങൾ തമ്മിൽ അതിർത്തിയിൽ ഏറ്റുമുട്ടുന്നതാണ്. ഇത് സൈന്യത്തിനോടല്ല അവർ യുദ്ധം ചെയ്യുന്നത്, നിരായുധരായ നിസ്സഹായരായ ഒരു ജനതയോട്, പ്രത്യേകിച്ച് സ്ത്രീകളോടും കുട്ടികളോടും. എന്താണ് അതിൻ്റെ കാരണം? ഒരു വംശത്തിൻ്റെ മുഴുവൻ ഉന്മൂലനം. ഇനി കുട്ടികൾ ജനിക്കാതിരിക്കണമെങ്കിൽ ഈ സ്ത്രീകളെ മുഴുവൻ കൊല്ലണം. ജനിച്ച കുട്ടികൾ വളരാതിരിക്കണമെങ്കിൽ ആ കുട്ടികളെ മുഴുവൻ കൊല്ലണം. ആ ലക്ഷ്യത്തോടു കൂടി അത്യന്തം നികൃഷ്ടവും ഹീനവുമായ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഇസ്രായേൽ അതിൻ്റെ ആയുധങ്ങൾ ഈ നിസ്സഹായരായ ജനതയ്ക്ക് നേരെ പ്രയോഗിക്കുന്നത്. ലോകമനസാക്ഷി ഉണർന്നിട്ടും ഇതിപ്പോൾ നമ്മളിപ്പോൾ താൽക്കാലികമായി ഒരു യുദ്ധവിരാമം, ഒരു സമാധാന കരാറിൽ ഒപ്പുവെച്ചിട്ടുണ്ട്. നമുക്കറിയാം, പലതരത്തിലുള്ള സമ്മർദ്ദങ്ങൾക്ക് വിധേയമായിട്ട് ആയിരിക്കണം ലോകത്തിലെ ഇസ്ലാമിക രാഷ്ട്രങ്ങൾ പോലും നിസ്സംഗത പാലിക്കുകയാണ്. നമ്മെപ്പോലുള്ളവർ ഇവിടെ കടന്നുകൊണ്ട് ഇസ്രായേലിന് വേണ്ടി ശബ്ദമുയർത്തുമ്പോൾ പോലും അതിനുള്ള കഴിവും ശേഷിയുമുള്ള ഇസ്ലാമിക രാഷ്ട്രങ്ങൾ, അറബ് രാഷ്ട്രങ്ങൾ ഉൾപ്പെടെ നിസ്സംഗത പുലർത്തുന്നത് അവരുടെ കയ്യിൽ പണമുണ്ട്. പക്ഷേ അവിടെ ആ രാജ്യത്തിനെ ഡെവലപ്പ് ചെയ്യണമെങ്കിൽ, സാങ്കേതികമായും സാമ്പത്തികമായും ഒക്കെ ഡെവലപ്പ് ചെയ്യണമെങ്കിൽ അമേരിക്കയുടെ ടെക്നിക്കൽ നോഹു, അവരുടെ സാങ്കേതിക പരിജ്ഞാനം ആവശ്യമാണ്, അവരുടെ മാൻ പവർ ആവശ്യമാണ്. അതുകൊണ്ട് അറബ് രാഷ്ട്രങ്ങൾക്ക് അമേരിക്കയെ പിണക്കാനും കഴിയില്ല. അങ്ങനെയുള്ളൊരു ഒരു വളരെ പ്രതിസന്ധി നിറഞ്ഞൊരു കാലഘട്ടത്തിലാണ് ഈ പാവം ജനത ജീവിക്കാനുള്ള അവകാശത്തിന് വേണ്ടി പൊരുതുന്നത്. നമ്മൾ ലോകം മുഴുവൻ ഇസ്രായേലിനെതിരെ അലമുറയിടുന്നു എന്ന് പറയുമ്പോൾ പോലും നമ്മുടെ ഉദ്ഘാടകൻ പറഞ്ഞതുപോലെ നമ്മൾ വിചാരിക്കുന്ന ഒരു പക്ഷേ പ്രബുദ്ധമായ കേരളം മുഴുവൻ ആ പാവപ്പെട്ട ജനതയ്ക്കൊപ്പമാണെന്ന്. പക്ഷേ പ്രൊഫസർ ലീലാവതി ടീച്ചർ, അവരെൻ്റെയും അധ്യാപികയായിരുന്നു എറണാകുളം മഹാരാജാസ് കോളേജിൽ, അവരൊരു പോസ്റ്റ് ഇട്ടു, പലസ്തീനിലെ വിശന്നു പൊരിയുന്ന കുഞ്ഞുങ്ങളുടെ മേൽ ബോംബുകൾ വർഷിക്കുമ്പോൾ എനിക്ക് തൊണ്ടയിലൊന്നും ആഹാരം ഇറങ്ങുന്നില്ല എന്ന്. അതിനെതിരെ അതിന് താഴെയായിട്ട് ഏറ്റവും നികൃഷ്ടവും ഹീനവുമായ കമൻറ്റുകൾ വന്നത് ഈ കേരളത്തിൽ നിന്നാണ്. പ്രബുദ്ധരെന്ന് നമ്മൾ അവകാശപ്പെടുന്ന,
കേരളത്തിൻ്റെ സിരകളിൽ പോലും വർഗീയ വിഷം ക്രമേണ പടർന്നു തുടങ്ങിയിരിക്കുന്നു. അതിപ്പോൾ വളരെ ചെറിയ ഒരു അളവിലാണെങ്കിൽ പോലും. അങ്ങനെയാണല്ലോ ഇന്ത്യയിൽ തന്നെ ആദ്യം വെറും പാർലമെന്റ് 2 സീറ്റ് ഉണ്ടായിരുന്ന ഒരു കക്ഷിയാണ് ഇന്ന് ഏത് തരത്തിലായാലും 30% ആളുകൾ മാത്രം വോട്ട് ചെയ്ത ഒരു തെരഞ്ഞെടുപ്പിൽ അവരെങ്ങനെ അധികാരത്തിൽ വന്നു എന്നുള്ളതൊക്കെ ഇപ്പോൾ ചരിത്രമാണ്. ഇപ്പോൾ ബീഹാറിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്കറിയാം. പക്ഷെ ഇപ്പോൾ ഇവിടെ നമ്മുടെ വിഷയം അതല്ല. പക്ഷെ നമ്മൾ കരുതിയിരിക്കേണ്ടത് നമ്മുടെ കേരളത്തിൽ പോലും അങ്ങനെയുള്ള ചില വിഷലിപ്തമായിട്ടുള്ള പ്രസ്താവനകൾ നടത്താൻ ധൈര്യം കാണിക്കുന്ന, അതിനുവേണ്ടി ഏറ്റവും നമ്മൾ ബഹുമാനിക്കുന്ന നമ്മുടെ ഒരു ഗുരുസ്ഥാനിയായ ഒരു അധ്യാപികയെ പോലും അപകീർത്തിപ്പെടാൻ ശ്രമിക്കുന്ന ഒരു ചെറിയ വിഭാഗമെങ്കിലും നമ്മുടെ സമൂഹത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. വിഷം പടരാൻ വളരെ എളുപ്പമാണ്, വളരെ വേഗത്തിൽ അത് പടരും. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഇങ്ങനെയുള്ള അതിക്രമങ്ങൾക്കെതിരെ, ലോകത്തിലെ നമ്മുടെ സഹോദരങ്ങൾക്ക് എതിരെ നടക്കുന്ന അക്രമങ്ങൾക്ക് വിരുദ്ധമായി നമ്മൾ ശബ്ദം ഉയർത്തുമ്പോൾ പോലും നമ്മുടെ നാട്ടിൽ, നമ്മുടെ വീട്ടിൽ, നമ്മുടെ പരിസരങ്ങളിൽ ഇതുപോലെയുള്ള ചതിക്കുഴികളുണ്ട്, അവർ പരത്തുന്ന വിഷമുണ്ട്. അതിനെതിരെ കൂടി നമ്മൾ ജാഗരൂകരായിരിക്കേണ്ടതുണ്ട്. അതിനുള്ളൊരു സന്ദർഭമാണ് നമ്മൾ എല്ലാവരുമായും സൗഹാർദ്ദം ആഗ്രഹിക്കുന്നവരാണ്, സഹവർത്തിത്വം ആഗ്രഹിക്കുന്നതാണ്, മതേതരത്തിൽ വിശ്വസിക്കുന്നവരാണ്. നമ്മുടെ കൂട്ടുകാർ ക്രിസ്ത്യാനികളും ഹിന്ദുക്കളുമൊക്കെ ആണെന്ന് പറയാൻ അഭിമാനം കൊള്ളുന്നവരാണ്. പക്ഷേ അപ്പോഴും പൊതുവെ നമ്മുടെ അവസ്ഥ, കേരളത്തിൻ്റെ അവസ്ഥ മതേതരമാണെങ്കിൽ തന്നെയും ഇങ്ങനെയുള്ള ചില നീക്കങ്ങളെക്കുറിച്ച്, നിഗൂഢമായ നീക്കങ്ങളെക്കുറിച്ച് കൂടി നമ്മൾ കരുതിയിരിക്കേണ്ടതുണ്ട്. പലസ്തീനിയൻ ജനതയ്ക്കുള്ള ഐക്യദാർഢ്യം അർപ്പിച്ചുകൊണ്ടും ഈ പോരാട്ടം പൂർണ്ണമായും എന്നെങ്കിലും അത് അള്ളാഹുവിനെ മാത്രമേ അറിയുള്ളൂ. ഇനി അവർക്ക് വീണ്ടും ഒരു ബാല്യമുണ്ടാവുമോ അവിടുത്തെ കുട്ടികൾക്ക്? നിങ്ങൾക്കറിയാമല്ലോ, ആദ്യമൊക്കെ കുറച്ച് ഒരു 2-3 വർഷങ്ങൾക്ക് മുമ്പ് വരെ ഏതൊരു ഇസ്രായേലി പട്ടാളക്കാരനെ കണ്ടാലും അവിടുത്തെ കുട്ടികൾ കുനിയും കല്ല് പെറുക്കാനായിട്ട്. അവരുടെ കയ്യിൽ മറ്റ് ആയുധങ്ങളൊന്നുമില്ല. ഈ കല്ലുകൊണ്ട് അവർക്ക് ഇസ്രായേലി പട്ടാളക്കാരുടെ വെടിയുണ്ടകളെ പ്രതിരോധിക്കാൻ കഴിയില്ല എന്നും അറിയാം. എങ്കിലും അവരുടെ ജൈവഘടനയിൽ അന്തർലീനമായിരിക്കുന്ന ആ ഒരു പ്രതിഷേധത്തിൻ്റെ പ്രകടനമായിട്ടാണ് അവർ കൊച്ചു കല്ലുകൾ പിറക്കി എറിയുന്നത്. ഇപ്പോഴവിടെ ധാരാളം കല്ലുകളുണ്ട് തകർന്ന കെട്ടിടങ്ങളുടെ അവശിഷ്ടങ്ങളിൽ. പക്ഷെ അത് പെറുക്കാനുള്ള കൈകളില്ല. ആ കൈകളെല്ലാം മണ്ണിനടിയിൽ ഉറങ്ങുകയാണ്. നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പുതിയൊരു തലമുറയുടെ ഉണ്ടാവട്ടെ. ഈ പ്രതിരോധത്തിനെല്ലാം അതീതമായി അള്ളാഹുവിൻ്റെ അനുഗ്രഹം ആ ജനതയിൽ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്